ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് കേട്ടോ. നമ്മളെ കൊള്ളിയും ബോട്ടിയില്ലേ, ഞങ്ങളെ നാട്ടിൽ കൊള്ളി നട്ടാ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ബോട്ടി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബീഫ് മസാല, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ആദ്യം നമ്മളെ ഈ ബോട്ടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിഞ്ഞ് ഓയിൽ ഒഴിച്ചെടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചതിട്ട് മൂപ്പിക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നൊരു 4 സവോളയാണ് കേട്ടോ. 4 എണ്ണം നന്നായിട്ടിട്ടിട്ട് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുക. വലിയ പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 കഷ്ണം പട്ടയും കൂടി ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ലൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ ബോട്ടി വേവിച്ച് വെച്ച കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചായിരുന്നു, അത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബോട്ടി കൂടി കൊട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബോട്ടി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേപ്പിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ ഇവിടെ ബോട്ടി ഇതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൊള്ളി നേരാക്കി എടുക്കാം. കൊള്ളി ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ കൊള്ളി ഇത് നേരാക്കി എടുക്കുക. കുട്ടികളെ വീഡിയോ എടുത്ത് തരുന്നു കേട്ടോ. കൊള്ളി ഇതവിടെ നേരാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കൊള്ളി ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാട്ടോ, ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഒരു വിസിൽ തന്നെ അടിച്ചപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് കൊള്ളിയും ബോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഈ വെന്ത കൊള്ളീനെ നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്താലാണ് നന്നായിട്ട് മിക്സ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവിച്ച് വെച്ച നമ്മൾ റെഡിയാക്കി വെച്ച ബോട്ടിയും കൂടി ഇതിലേക്ക് മാറ്റി കൊടുക്കണം. ഈ ബോട്ടിയും കൊള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട അത് ചെയ്യാൻ. രണ്ടും ഓൾറെഡി കുക്കായതല്ലേ. നമുക്കിതിൻ്റെ മുകളിലേക്ക് ലേശം സവോളയും കൂടി കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കൊള്ളിയും ബോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കട്ടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അതാ കൊള്ളിയും ബോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചായ കുടിക്കാം. നല്ല കട്ടൻ ചായയും പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കൊള്ളിയും പൊട്ടി നല്ല ടേസ്റ്റാണ്. നമുക്ക് കടയിൽ പോയി കഴിക്കണ അതേ ഫീല് കിട്ടും. അപ്പോൾ